ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാവിലെ തന്നെ നല്ലൊരു കുളിയൊക്കെ അങ്ങോട്ട് നടത്തി കിച്ചണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് അവധി ദിവസമല്ലേ, അപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പുട്ടും പയറും പപ്പടമാണേ. അപ്പോൾ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ട് റെഡിയാക്കണം, അപ്പോൾ അത് കഴിക്കണം. അതാണ് ഇനി അടുത്ത ജോലി. അപ്പോൾ ഇതാ പുട്ടിനുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് അവധിയുള്ള ദിവസമല്ലേ, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പുട്ടും പയറും പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മോന് പുട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എന്നാലും ഞാനിത് ഉണ്ടാക്കി, എനിക്കിഷ്ടമായതുകൊണ്ട്. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെയല്ലേ ഉണ്ടാക്കി കൊടുത്തയക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് നേരെ വേണം ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള ടൈം പോലും രാവിലെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഇന്ന് ഉണ്ടാക്കി ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പുട്ടും പയറും പപ്പടം ഇന്ന് ഉണ്ടാക്കി. പണ്ടൊക്കെ പയർ വേവിക്കുന്ന സമയത്ത് ലാസ്റ്റ് വരുന്ന കുറച്ച് വെള്ളം വരുമല്ലോ, അത് അമ്മ നമുക്ക് തന്നിട്ട് പറയും കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ കഴിക്കും കേട്ടോ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളടുത്ത് പയർ വേവിച്ചതിൻ്റെ ബാലൻസ് വെള്ളമാണ്, ഇത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കൊടുത്ത് അവർ കഴിക്കും. എൻ്റെ മോൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ പുട്ടും പയറും പപ്പടവും കുഴച്ച് ഇങ്ങനെ അങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പഴയ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓടി വരും നമുക്ക്. പിന്നെ ഉച്ചത്തേക്കിന്ന് ചിക്കൻ കറി കേട്ടോ. എൻ്റെ മോന് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോഴേ ഞാൻ ചിക്കനൊക്കെ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചിക്കൻ കറി വയ്ക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുള്ള സമയം കിട്ടില്ല. ഇന്ന് എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. അവധി ദിവസം ഇച്ചിരി താമസിച്ചിട്ടാണ് എണീറ്റത്. അപ്പോൾ ചിക്കൻ കറി ഉച്ചത്തേക്ക് മാത്രം ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചിക്കൻ ഇന്നലെ തന്നെ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പവുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം. എൻ്റെ മോന് ഭയങ്കര സന്തോഷമാണ്. ചിക്കൻ മേടിച്ചപ്പോഴേ പറയുവാണ് ചിക്കൻ കറിയായിട്ട് വെക്കേണ്ട, ഫ്രൈ ചെയ്താൽ മതി എന്ന്. അവന് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞാൻ കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന് അവന് ഫുൾ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മളിത് ഉണ്ടാക്കുമ്പോഴേ വിളിച്ച് ചോദിക്കും, ഫ്രൈ ആയോ അമ്മേ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചോറിനോട് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവൻ കഴിച്ചു തുടങ്ങും ഇതുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാനിതാ ഇപ്പോൾ അരപ്പൊക്കെ നല്ലവണ്ണം തേച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റെഡി ആകുമ്പോഴത്തേനൊരു മണം വരുമല്ലോ, അത് മണം വന്നപ്പോഴേ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചിക്കൻ കഴിക്കാറായോ എന്നുള്ളത്. അപ്പോൾ അവൻ ചോറിനോടൊപ്പം അല്ല, അതിന് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ചോറിനെ കാണുമെന്നുള്ളതാണ് സംശയം. എന്തായാലും ഉച്ചയായി. വേറെ കറിയൊന്നും വച്ചിട്ടില്ല കേട്ടോ ഇന്ന്. ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ എന്ത് സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലും അത് തീരത്തില്ല. അതുകൊണ്ട് അതവിടെ കിടന്ന് പിന്നെ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചിക്കനും ഫ്രൈയും കറിയും മാത്രമേ വച്ചിരുന്നുള്ളൂ. രാവിലെ മുതലേ ഇന്ന് ഇവിടെയൊക്കെ മഴയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു അല്പസമയം മഴയില്ലായിരുന്നു, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴയാണ്. അപ്പോൾ എൻ്റെ മകനും അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി മുറ്റത്ത് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും വിചാരിച്ച് കളിക്കട്ടെ എന്ന്. അമ്മ വിളിച്ചവിടെ നിന്ന് പറയുന്നുണ്ട് മോന് പനി വരും, അതുകൊണ്ട് അകത്ത് കയറാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവർ കളിക്കട്ടെ. മഴയും അറിഞ്ഞൊക്കെ തന്നെയാണ് വളരേണ്ടത്. പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടൊക്കെ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കുടയും 4-5 പേരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഒന്നുകിൽ എല്ലാവരും കൂടി ഒരു കുട നിവർത്തിയിട്ടുള്ള മഴ എല്ലാവരും നനയും, അല്ലെങ്കിൽ കുട മടക്കി ബാഗിനുള്ളിൽ വെച്ചിട്ട് അവരോടൊപ്പം നനഞ്ഞ് വീട്ടിലോട്ട് പോകും. എന്നിട്ട് വീടെത്താറാകുമ്പോൾ കുട നിവർത്തി നമ്മൾ കയറിപ്പോവും. പിന്നെ മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് ഈ മരത്തിൽ നിന്ന് വീഴുന്ന വെള്ളമൊക്കെ നനയാറുണ്ട് കേട്ടോ. അതൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴേ നമുക്കൊക്കെ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അന്ന് നമ്മൾ അങ്ങനെയൊക്കെ ആസ്വദിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ പണ്ട് ഒറ്റയ്ക്ക് നടന്നിട്ടല്ലേ സ്കൂളിൽ പോകുക. ഒരു 4-5 പേരുണ്ടാവും കുട്ടികൾ കൂടെ പഠിച്ചത്, അവരോടൊപ്പം അങ്ങനെ അങ്ങ് നടന്നു പോകും. ഇന്ന് അങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റുമോ? നമ്മളങ്ങനെ വിടത്തൊന്നുമില്ലല്ലോ. പിന്നെ വൈകുന്നേരം സ്നാക്സിന് എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് മോൻ ഇഷ്ടപ്പെട്ട പഴംപൊരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയും ചായയൊക്കെയാണ് ചായയോടൊപ്പം വൈകുന്നേരത്തേക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ഇന്ന് ഒരു മഴയായതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ ഇനി നാളെ കാണാം. ബായ്.